الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ ദീൻ സഹീഹായി കിട്ടുന്നതിന് ഷർത്താക്കി വെച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് സഹീഹാക്കുക എന്നതാണ്. ഷഹാദത്ത് സഹിയാകാത്ത കാലത്തോളം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അതേപോലെയുള്ള അഅ്മാലുകളൊന്നും സഹിയാകുകയില്ല. ഏതൊരമലും അതൊരണുമണി തൂക്കമായിരുന്നാലും ശരി, അത് സഹീഹാകാൻ, അത് ദീനനുസരിച്ച് ശരീഅത്തനുസരിച്ചായാൽ അതിന് ഷഹാദത്ത് ഷർത്താണ്. ഷഹാദത്ത് സഹീഹാകുക എന്നുള്ളത് ഷർത്താണ്. മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ വിട്ടുകളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറന്നുപോകുകയോ ഒഴിവാക്കുകയോ ചെയ്തിരിക്കുന്ന കാരണം എന്തോ ആവട്ടെ, ഷഹാദത്ത് സഹിയാക്കുക എന്ന വിഷയമാണ്. ഷഹാദത്തിനെ സംബന്ധിച്ച് സമൂഹത്തെ അശ്രദ്ധരാക്കുന്ന കാര്യത്തിൽ ഒന്നാമത്തെ പങ്ക് ജൂതനാണ്. ജൂതനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിമീങ്ങൾ ഇല്ലാതാവാനല്ല ആഗ്രഹിക്കുന്നത്, ഇസ്ലാം ഇല്ലാതാവാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാം ഇല്ലാതാവാൻ എന്താണ് വഴി? രണ്ട് കാര്യങ്ങളാണ് ചരിത്രപരമായി ഏതാണ്ട് 3000 കൊല്ലത്തോളത്തെ ചരിത്ര പാരമ്പര്യത്തിൽ ജൂതൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, മുസ്ലിം ഉമ്മത്തിൻ്റെ അസ്തിത്വം നശിപ്പിച്ചു കളയുക.
അതിന് കാരണം എന്താ? ഇസ്ലാമല്ലാത്ത മറ്റൊന്നിനെയും, മുസ്ലിമീങ്ങൾ ജൂതന്മാരല്ലാത്ത മറ്റൊന്നിനെയും അവർ അംഗീകരിക്കുകയില്ല, മനുഷ്യരായിട്ട് തന്നെ പരിഗണിക്കുന്നില്ല. ആ വിഷയത്തിൽ രണ്ട് ജൂതന്മാരും കണക്കാണ്. ഇസ്രായേലി ജൂതനും ഇറാനിയൻ ജൂതനും കണക്കാണ്. ഇറാനിയൻ ജൂതനെ സംബന്ധിച്ചിടത്തോളം അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പകരക്കാരനാണ് എന്ന് വിശ്വസിക്കാത്തവരെല്ലാം അബ്നാഉൽ കിലാബി വൽ ഖനാസീർ, പന്നികളുടെയും പട്ടികളുടെയും മക്കളാണ് എന്നാണ് ഇറാനിയൻ ജൂതയിസത്തിന്റെ വിശ്വാസം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അവരെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊരു ഷീഈ പണ്ഡിതനോട് ചോദിച്ചാൽ അവരപ്പം തന്നെ മറുപടി പറയും, വഹും അഖ്ബസു മിനൽ കിലാബി വൽ ഖനാസീർ, പട്ടികളെക്കാളും പന്നികളെക്കാളും നീചന്മാരും നികൃഷ്ടന്മാരുമാണ് അവരെ എന്ന് മറുപടി പറയും. ആരെ സംബന്ധിച്ച്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൃത്യവും വ്യക്തവുമായി വ്യക്തികളെ ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സമൂഹത്തിലെ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും അവർ പട്ടികളെക്കാൾ പന്നികളെക്കാൾ നീചന്മാരാണെന്ന് ഇപ്പോഴും ഷീഈ മിമ്പറുകളിൽ ഖുതുബ നിർവഹിക്കുന്ന ഷീഈ മതക്കാരായ ഖത്തീബുമാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഇസ്രായേലി ജൂതൻ വിജയിച്ചു. മുസ്ലിം ഉമ്മത്തിൻ്റെ അസ്തിത്വം ഇല്ലാതാക്കുക രാഷ്ട്രീയമായി, ഇസ്ലാമിനെ ഇല്ലാതാക്കുക ആദർശപരമായി. ആ കാര്യത്തിൽ അവർ ഒന്നാമത് ചെയ്തത് എന്താ? നേരിട്ടിടപെടുകയല്ല ചെയ്തത്, മറിച്ച് അവർക്ക് നന്നായിട്ടറിയാം, തൗറാത്ത് നന്നായിട്ട് വായിച്ച് പഠിച്ചവരാണ് ജൂതന്മാർ. അഷ്റഫുൽ ഖൽക്ക് മദീനയിൽ എത്തുന്ന കാലവും ജൂതന്മാർ ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് ജൂതന്മാർ. തൗറാത്ത് കൃത്യമായി വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും. ഉദാഹരണത്തിന് അബ്ദുല്ലാഹിബിൻ സലാം, ഹുസൈൻ ബിൻ സലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജോലി മദീനയിലെ ജനങ്ങൾക്ക് തൗറാത്ത് പഠിപ്പിക്കലാണ്, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കലാണ്. ജൂതവിശ്വാസം അനുസരിച്ച് ഈമാൻ കാര്യം 6 തന്നെയാണ്. ഇസ്ലാം നമുക്കും ഈമാൻ കാര്യം 6 തന്നെയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് ഈ ഈമാൻ കാര്യത്തിൽ ജൂതന്റെ ഒന്നാമത്തെ വിശ്വാസമാണ്. മുസ്ലിമീങ്ങൾക്കും ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മലക്കുകളെ അംഗീകരിക്കുക എന്നത് ജൂതന്മാരുടെ രണ്ടാമത്തെ കാര്യമാണ്. മുസ്ലിമീങ്ങൾക്കും രണ്ടാമത്തെ കാര്യമാണ് ഇസ്ലാം മലക്കുകളെ അംഗീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മദീനയിലെത്തിയ ഉടനെ തന്നെ പറഞ്ഞ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നില്ല. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനോടല്ല വിയോജിപ്പ്, ഇസ്ലാമിനോടല്ല അവർക്ക് വിയോജിപ്പ്, അവർക്ക് മുഹമ്മദ് നബിയോടാണ് വിയോജിപ്പ്. ഖുറൈശികൾക്ക് അങ്ങനെയല്ല. ഖുറൈശികൾക്ക് വിയോജിപ്പ് മുഹമ്മദ് നബിയോടാണ്, ഇസ്ലാമിനോടാണ്, മുഹമ്മദ് നബിയോടല്ല. മുഹമ്മദ് നബിയെ വ്യക്തിപരമായി അവർ അംഗീകരിക്കുന്നവരാണ്, മുഹമ്മദ് നബിയെ അവർ ആദരിക്കുന്നവരാണ്. ആ ആദരവ് ഒരിക്കലും അവർ വിട്ടുകളഞ്ഞിട്ടില്ല. പക്ഷെ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. ജൂതന്മാർക്ക് മുഹമ്മദ് നബിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണ്. ജൂതന്മാർ പറയുന്ന നിസ്കാരം തന്നെയാണ് മുഹമ്മദ് നബി പറയുന്ന നിസ്കാരം. ജൂതന്മാർ പറയുന്ന നോമ്പ് തന്നെയാണ് മുഹമ്മദ് നബി പറയുന്ന നോമ്പ്. ജൂതന്മാർ പറയുന്ന സക്കാത്തും ജൂതന്മാർ പറയുന്ന ബാക്കിയുള്ള അമാലുകളും തന്നെയാണ് ജൂതന്മാർ പറയുന്ന അമാലുകൾ. അതിലൊന്നും ആഖിറത്തിലുള്ള വിശ്വാസം, ജൂതന്മാർ വിശ്വസിക്കുന്ന അതേ ആഖിറത്തിൽ തന്നെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അതേ ആഖിറത്തിൽ തന്നെയാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽക്ക് മദീനയിലെത്തി ഇസ്ലാമിൻ്റെ ദഅവത്ത് ആരംഭിച്ചപ്പോൾ ആ പ്രബോധന രീതികളിലോ അല്ലെങ്കിൽ ആ പ്രബോധന വിഷയങ്ങളിലോ ഇതൊന്നും ജൂതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുറൈശി കുടുംബത്തിലായിപ്പോയി, ഇസ്മായിലി കുടുംബത്തിലായിപ്പോയി എന്നത് മാത്രമേ അവർക്ക് വിയോജിപ്പുള്ളൂ. അത് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അല്ലാഹു ജൂതന്മാരെ പറ്റി പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിൽ. യഅരിഫൂനഹു, ജൂതന്മാർ മുഹമ്മദിനെ അറിയുന്നു, കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അറിയുന്നു. മക്കളെ അറിയും പോലെ, കമാ യഅരിഫൂന, അവർ അറിയും പോലെ, അബ്നാഅഹു, മക്കളെ അറിയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ സലാമിനോട് ചോദിച്ചു. അബ്ദുല്ലാഹിബിൻ സലാം ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള സംസാരത്തിൽ അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറഞ്ഞാൽ മദീനയിലെത്തിയപ്പോൾ, അഷ്റഫുൽ ഖൽക്ക് മദീനയിലെത്തിയപ്പോൾ ജൂത കുടുംബത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആദ്യത്തെ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബിൻ സലാം. അദ്ദേഹത്തിന്റെ പേര് ഹുസൈൻ ബിൻ അബ്ദുസ്സലാം, ഹുസൈൻ ബിൻ സലാം എന്നാണ്. അഷ്റഫുൽ ഖൽക്കാണ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബിൻ സലാം എന്നാക്കി മാറ്റിയത്. അദ്ദേഹത്തിനെ തൊട്ട് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട സഹബാക്കളെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു അബ്ദുല്ലാഹിബിൻ സലാം. പിന്നീട് അദ്ദേഹം ജൂതവിശ്വാസിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ
അവരുടെ മക്കളെ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് മക്കളെ അറിയും പോലെ അറിയാമെന്ന്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ മക്കളെ അറിയുന്നതിനേക്കാൾ മുഹമ്മദ് നബി നബിയാണെന്ന് ഞങ്ങൾക്കറിയാം. മക്കളുടെ കാര്യത്തിൽ പിന്നെയും ഞങ്ങൾക്ക് സംശയമാണ്. അത്രപ്പോലും സംശയമില്ല മുഹമ്മദ് നബിയാന്നുള്ള കാര്യത്തിൽ. മക്കളുടെ കാര്യത്തിൽ ആ ഉമ്മ പറയും പോലെ ആ ഉമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ മോനാണ് എന്ന്. അതേ അവസരത്തിൽ മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനാണെന്നുള്ള കാര്യം അതിനേക്കാൾ നന്നായിട്ട് ദൃഢമായി വിശ്വസിക്കുന്നവരാണ് ജൂതന്മാർ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു അന്ന് മറുപടിയായിട്ട്. അത്ര ഉറപ്പുള്ള കാര്യമാണ് അഷ്റഫുൽ ഖൽക്കിന്റെ കാര്യത്തിൽ. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ഇസ്മായിലി കുടുംബത്തിൽ പെട്ടുപോയി എന്ന കാരണത്താലാണ് അവർ വിയോജിച്ചത്. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ വിജയിക്കുമെന്നും അത് ലോകം മുഴുവനും വ്യാപിക്കുമെന്നും ജൂതന് നന്നായിട്ട് അറിയാം. കാരണം തൗറാത്തിൽ പറഞ്ഞ വിഷയമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ് പിറകെ വരുന്ന മുഹമ്മദിന്റെ ആധിപത്യത്തിലായിരിക്കും ലോകം എന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ല. 500 കൊല്ലം മുമ്പ് അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നതിന്റെ ഏതാണ്ട് 2000 കൊല്ലം മുമ്പ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും ഒക്കെ ഈ മുഹമ്മദ് മുസ്തഫ തങ്ങളെ റിസാലത്തിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ തൗറാത്തും ഇഞ്ചീലും നന്നായിട്ട് പഠിച്ച ജൂത നസാറ പണ്ഡിതന്മാർക്ക് നന്നായിട്ട് അറിയാം മുഹമ്മദ് മുസ്തഫ തങ്ങൾ റസൂലാണെന്ന്. പക്ഷെ അവിടെ അഹങ്കാരവും അസൂയയുമാണ്. അസൂയ എന്താണ്? ഇസ്മായിലി കുടുംബത്തിൽ ആ പാരമ്പര്യം വന്നുപോയി. ഇബ്രാഹിമിന്റെ പാരമ്പര്യം ഇസ്മായിലി കുടുംബത്തിൽ നിലനിൽക്കാൻ പാടില്ല. കാരണം ഭാവിയിൽ മക്ക മുക്കറമ്മ ഇസ്മായിലി കുടുംബത്തിൽപ്പെട്ടവരിൽ ആധിപത്യം ചെലുത്തുന്ന ഒരു അവസ്ഥ അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഇസ്ഹാഖി കുടുംബത്തിൽ അഥവാ ബനു ഇസ്രായേൽപ്പെട്ടവർക്ക് വേണം കഅബാലയത്തിന്റെയും കൂടി ആധിപത്യം എന്ന് വിശ്വസിക്കുന്നവരാണ് ജൂതന്മാര്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്കിനെ അറിയിക്കാനും പല്ലും നഖവും ഉപയോഗിച്ച് അവരതിനെ എതിർക്കാനും കാരണം. അതുകൊണ്ട് തന്നെ അവരെന്താണ് ശ്രമിച്ചത്? മുസ്ലിമീങ്ങളെ അസ്തിത്വപരമായി നശിപ്പിക്കാൻ അങ്ങനെയൊന്നും കഴിയില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഏർപ്പാടുകളൊന്നും രാഷ്ട്രീയമായിട്ട് വിജയിപ്പോവുകയില്ല. അതേ അവസരത്തിൽ ആദർശപരമായിട്ട് എതിർക്കാൻ അവരെന്താണ് ചെയ്തത്? അവർ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിൽ വെള്ളം ചേർക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഷഹാദത്ത് പൊളിഞ്ഞാൽ ഇസ്ലാമേ പൊളിഞ്ഞു എന്ന്. ഷഹാദത്ത് പൊളിഞ്ഞാൽ ഇസ്ലാമേ പൊളിഞ്ഞു എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജൂതൻ ആദ്യം മെനക്കെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി പൊളിക്കാനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള ഷഹാദത്ത് ബാത്തിലാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. കാരണം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹുവിലുള്ള ഷഹാദത്ത് പെട്ടെന്ന് പൊളിക്കാൻ കഴിയില്ല എന്ന് ജൂതന്മാർക്ക് അറിയാം. അറിയാമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കാര്യത്തിൽ ജൂതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് ജൂതന്മാർ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി കൂടുതൽ കുറ്റം പറയാനോ അള്ളാഹുവിനെ എതിർത്ത് പറയാനൊന്നും ജൂതന്മാർ തയ്യാറല്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് ഇഷ്ടമല്ല. വ്യക്തിപരമായും കുടുംബപരമായും ആദർശപരമായും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിക്കുന്ന ദീൻ ഭാവി കാലത്ത് അത് നശിച്ചു കിട്ടാനുള്ള ഏറ്റവും നല്ല പരിപാടി എന്താണ്? ഇസ്ലാമിനെ കൊല്ലാൻ. അത് ഏറ്റവും നല്ലത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ ഇല്ലാതാക്കലാണ്. നിസ്കാരത്തെ വാത്തിനാക്കാൻ അവർ ശ്രമിച്ചില്ല. ലോകത്ത് മുഴുവൻ ഇന്ന് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ഇടപെടാറില്ല. നിസ്കാരത്തിന്റെ കൈഫിയാത്തുകളെ സംബന്ധിച്ച്, അതിന്റെ രൂപങ്ങളെ സംബന്ധിച്ച് അതിനെപ്പറ്റിയൊന്നും ജൂതന്മാർക്ക് അഭിപ്രായത്തില്ല. കാരണം അവർ നിസ്കരിക്കുന്നവരാണ്. അവർ ഇന്നും നിസ്കരിക്കുന്നവരാണ്. തൗറാത്ത് അനുസരിച്ച് ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിൽ നിസ്കരിക്കുന്നവരാണ് ഇപ്പോഴും ജൂതന്മാർ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ഇടപെടാറില്ല. നോമ്പിന്റെ കാര്യത്തിൽ അവർ ഇടപെടാറില്ല. കാരണം നോമ്പ് അവർ നിർവഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ സക്കാത്തിന്റെ കാര്യത്തിലും അവർ ഇടപെടാറില്ല. സക്കാത്ത് നിർവഹിക്കുന്നവരാണ് അവർ. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേർക്ക് നേരെ ഇടപെടാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള ഷഹാദ, രണ്ടാം ഷഹാദ ബാത്തിലാക്കാൻ ശ്രമിച്ചത്. രണ്ടാം ഷഹാദ ബാത്തിലാക്കാനുള്ള ഷർത്ത് എന്താണ്? നാം അത് പറയുകയുണ്ടായി. രണ്ടാമത്തെ ഷഹാദ അംഗീകരിക്കണമെങ്കിൽ അതിന് 5 കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കണമെന്ന് നാം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ സഹിയാകാൻ ആവശ്യമായ 5 കാര്യങ്ങൾ, അംഗീകരിച്ചു കൊടുക്കേണ്ട 5 കാര്യങ്ങൾ നമ്മളാണ് കാലാകാലമായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള തൗഹീദ് സഹിയായിരിക്കണം. അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള തൗഹീദ്, അള്ളാഹ്ക്ക് പകരം അള്ളാഹു മാത്രം. അള്ളാഹുവിൻ്റെ കേൾവി, അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹു സെമിയാണ്, കേൾക്കുന്നവനാണ്. ആ കേൾവി അള്ളാഹ്ക്ക് മാത്രം ബാധകമാണ്. അള്ളാഹു അല്ലാത്തൊരു നബിക്കോ റസൂലിനോ മലക്കിനോ വലിയിനോ അള്ളാഹ് കേൾക്കും പോലെ കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ കൊടിയ കാഫിറാണ്. കാരണം അവൻ്റെ ഒന്നാം ഷഹാദ ബാത്തിലായി. അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള തൗഹീദ് പൂർത്തിയായിട്ടില്ലെങ്കിൽ എല്ലാം പൊളിയും. അതേപോലെ അള്ളാഹു ബസീറാണ്, കാണുന്നവനാണ്. ആ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണെന്ന് അംഗീകരിച്ചു കൊടുക്കണം. എന്നാലേ ഷഹാദ സഹിയാവുള്ളൂ. അള്ളാഹ് കാണും പോലെ ഇന്ന തങ്ങൾ കാണും, ഇന്ന വലിയ കാണും, അല്ലെങ്കിൽ ഇന്ന നബി കാണും, ഇന്ന റസൂല് കാണും,
വേണ്ട മുഹമ്മദ് നബി കാണും എന്ന് പോലും വിശ്വസിച്ചവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഷഹാദ ബാത്തിലായ അവൻ കാഫിറായി ആ സമയത്ത് തന്നെ. അപ്പൊ അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ അസ്തിത്വം എങ്ങനെയാണോ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിന് തുല്യമായിട്ട് വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈ. അള്ളാഹുവിന് തുല്യം, അള്ളാഹുവിന്റെ കൈക്ക് തുല്യം, കാലിന് തുല്യം, അള്ളാഹുവിന്റെ തടിക്ക് തുല്യം, അള്ളാഹുവിന്റെ സംസാരത്തിന് തുല്യം കലാം, അള്ളാഹുവിന്റെ കേൾവിക്ക് തുല്യം, അള്ളാഹുവിന്റെ കാഴ്ചക്ക് തുല്യം. അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കൈഫ് എങ്ങനെ? അള്ളാഹു ആലം. മിസിൽ ഉദാഹരണം അള്ളാഹു ആലം. സാദൃശ്യം ഷിബ്ഹ് അള്ളാഹു ആലം. ബിലാ തകീഫ് വലാ തംസീൽ വലാ തശ്ബീഹ്. അള്ളാഹുവിന്റെ ദാത്തിനെ അംഗീകരിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ബിലാ തകീഫ്, എങ്ങനെ എന്നതിന് പ്രസക്തി ഇല്ലാത്ത രീതിയിൽ. വലാ തശ്ബീഹ്, ഏതിനോട് തുല്യം എന്നുള്ളതില്ലാ രീതി. വലാ തംസീൽ, എന്നതുപോലെ എന്ന ഒന്നുമില്ല. വലഹുൽ മസലുൽ അഅ്ല. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഉദാഹരണമുണ്ട്, അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. എന്നാലേ ഷഹാദത്ത് സഹിയാവും. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. അള്ളാഹു റബ്ബാണ് എന്ന കാര്യം, മാലിക്കും ഖാലിക്കും മുദബ്ബിറും അള്ളാഹുവാണ്. ഉടമസ്ഥതാധികാരത്തിൽ അള്ളാഹു അല്ലാത്തൊരാൾക്ക് പങ്ക്, നിർമ്മാണാധികാരത്തിൽ അള്ളാഹു അല്ലാത്തൊരാൾക്ക് പങ്ക്, നിയന്ത്രണാധികാരത്തിൽ അള്ളാഹു അല്ലാത്തൊരാൾക്ക്, അത് നബിയാവാം, റസൂലാവാം, മലക്കാവാം, ജിന്നാവാം, ആരാവാം, അവന്റെ ഷഹാദ ബാത്തിലാണ്. ഒന്നാമത്തെ ഷഹാദ ബാത്തിലാണ്. മൂന്നാമതായിട്ട് അള്ളാഹുന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. അള്ളാഹു മാത്രമാണ് ഇലാഹ്. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് എന്തും അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അംഗീകരിച്ചു കൊടുത്താലേ അവന്റെ ഷഹാദ സഹിയാവുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം, ഇന്ന തങ്ങളോട് ദുആ ചെയ്യാം, ഇന്ന നബിയോട് ദുആ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന വലിയുടെ അടുത്ത് കാര്യങ്ങൾ നേടും, ഇന്ന ബുദ്ധിമുട്ട് നീങ്ങാൻ ഇന്ന തങ്ങളെടുത്ത് പോയാൽ മതി. അപ്പൊ തന്നെ അവന്റെ ഷഹാദ മാത്തിലായി കൂട്ടലേ. അവൻ ഞാൻ ഇന്ന തങ്ങളെടുത്ത് പോകുന്നു എന്ന് വിശ്വസിച്ചിട്ട് പോകണമെന്നില്ല, നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞിട്ടൊന്നും പോകണമെന്നില്ല. അവന്റെ മനസ്സിൽ അത് തോന്നിയാൽ തന്നെ മതി. അപ്പൊ തന്നെ അവന്റെ ഷഹാദ ബാത്തിലാണ്. ഷഹാദ ബാത്തിലായാൽ അവൻ കാഫിറാണ്. കാരണം ഇസ്ലാമാകാനുള്ള ഷർത്ത് ഇസ്ലാം ഷഹാദത്താണ്. ഇസ്ലാമാകാനുള്ള ഷർത്ത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്താണ്. അതേസമയം നിസ്കാരമൊറ്റ മുസ്ലിമാകാനുള്ള ഷർത്തല്ല, നോമ്പ് മുസ്ലിമാകാനുള്ള ഷർത്തല്ല, സക്കാത്തും ഹജ്ജും മുസ്ലിമാകാനുള്ള ഷർത്തല്ല, ഷഹാദത്ത് മുസ്ലിമാകാനുള്ള ഷർത്താണ്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു ഷീഈ മതത്തിൽപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ ഒരു ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരാള് അയാൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹ് പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ, മുസ്ലിമായോ? ഇല്ല. ഞാൻ സക്കാത്ത് കൊടുക്കുന്നതാണ് അള്ളാഹ് പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ, മുസ്ലിമാവോ? ഇല്ല. ഞാൻ ഹജ്ജ് ചെയ്യുന്നതാണ് അള്ളാഹ് പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ, മുസ്ലിമാവോ? ഇല്ല. മുസ്ലിം ആകണമെങ്കിൽ എന്തിനെ അംഗീകരിച്ചു കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദ പറയണം. ഇന്നു മുതൽ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും പരിഗണിക്കുന്ന പ്രശ്നമില്ല. ഇന്നു മുതൽ മുഹമ്മദ് നബി മാത്രമായിരിക്കും അള്ളാഹിന്റെ കൽപ്പന പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഞാൻ പിന്തുടരുന്നത്, ഞാൻ അനുസരിക്കുന്നതും അനുകരിക്കുന്നതും മുഹമ്മദ് നബിയെ മാത്രമായിരിക്കും. അശ്ഹദു, അത് ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഓ മുസ്ലിമായി. ഇപ്പോഴാണ് മുസ്ലിമായത്. ഇത് ഏത് സമയത്തും ബാത്തിലാകാം. നിസ്കാരം ബാത്തിലാവും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, ഇസ്ലാം 5 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമേ ബാത്തിലാവുള്ളൂ? നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ മദ്രസയിൽ നിന്ന്? നമ്മളെല്ലാം ഇവിടുത്തെ ഷീഈ മദ്രസകളിൽ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചവരല്ലേ? നമ്മളെല്ലാം ഇസ്ലാം കാര്യം 5 അതിനുള്ള അറിയൽ ഫർളല്ലേ എന്ന് പാടി പഠിച്ചവരല്ലേ? എല്ലാം ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഷഹാദത്താണ്. അതിന് മൊല്ലാക്ക അർത്ഥം വെച്ച് തന്നത് എന്താണെന്ന്? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതരും പ്രവാചകനുമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കിയപ്പോൾ എന്താണ് അശ്ഹദുവിന്റെ മാന? അവിടെയാണ് ജൂതൻ വിജയിച്ചത്. ഷഹാദത്തിനെ വിശദീകരിക്കാൻ മൊല്ലാക്കന്മാർക്ക് കഴിയില്ല. ഷഹാദത്തിനെ വിശദീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? 1300 കൊല്ലമായിട്ട് ഷഹാദത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ചിട്ട്. അതുകൊണ്ടാണ് അത് വിശദീകരിക്കാൻ കഴിയാത്തത്. ഉസ്താദ്മാരെ കുറ്റമല്ല. ഉസ്താദുമാർ ഏറി വന്ന 50, 10, 60 വയസ്സ് പ്രായമുള്ളവരായിരിക്കും. 1430 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട്. ഹിജ്റ 5-ലാണ് ഇസ്ലാം വന്നതെങ്കിൽ ഇതിപ്പോ ഹിജ്റ 1442 അപ്പൊ 1435 കൊല്ലമായില്ലേ ഇസ്ലാം കേരളത്തിൽ വന്നിട്ട്. ആ 1435 കൊല്ലത്തിന്റെ ഇടയിൽ പരസ്യമായ രീതിയിൽ കേരളത്തിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ മഖ്ദൂമല്ലേ? 300 കൊല്ലം മുമ്പ് പൊന്നാനിയിലെ വലിയ പള്ളിയിൽ വെച്ച് സയ്യിദുദ്ദീൻ മഖ്ദൂം
ഷഹാദത്തിന് അർത്ഥം വെച്ചത് കൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂമിനെ അന്നത്തെ കൊണ്ടോട്ടി തങ്ങന്മാര് വഹാബിയാക്കിയത് അല്ലേ? ഇന്നും സൈനുദ്ദീൻ മഖ്ദൂം കൊണ്ടോട്ടി ശേഖന്മാരെ ഭാഷയിൽ വഹാബിയല്ലേ? ഇവ വഹാബി എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം കാര്യം 5 ഒരേപോലെ പഠിക്കുന്നവർ. നാടൻ ഭാഷയിൽ സുന്നത്യമാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഷഹാദത്തിനെ കൊന്നിട്ട് ബാക്കി 4 കാര്യം വിശദമായി പഠിക്കുന്നവർ. നല്ല വ്യത്യാസം. അത് കഴിഞ്ഞിട്ട് 100 കൊല്ലത്തിന് ഇപ്പുറത്തല്ലേ ഷഹാദ സാധാരണക്കാർക്കിടയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേരളത്തിൽ? നിഷേധിക്കാൻ ഒക്കുമോ? ഇത് പച്ചയായ ഒരു പരമാർത്ഥമല്ലേ? ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യത്തിന് 5-ാമത്തെ വയസ്സിൽ മൊല്ലാക്ക 1-ാം ക്ലാസ്സിൽ വെച്ച് തന്ന അർത്ഥം പഠിച്ചതല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും ഷഹാദത്തിന്റെ വിശദീകരണം പഠിച്ചിട്ടുണ്ടോ? ഷഹാദത്തിന്റെ ഫർള് പഠിച്ചിട്ടുണ്ടോ? ഷഹാദത്തിന്റെ ഷർത്ത് പഠിച്ചിട്ടുണ്ടോ? ഷഹാദത്ത് ബാത്തിലായി പോകുന്ന കാര്യം പഠിച്ചിട്ടുണ്ടോ? അതേ അവസരത്തിൽ ഇസ്ലാമിന്റെ 2-ാമത്തെ കാര്യമായ നിസ്കാരം, 1-ാം ക്ലാസ് മുതൽ തന്നെ നിസ്കാരം സഹിയാകുന്ന കാര്യം പഠിക്കാൻ തുടങ്ങിയില്ലേ? 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ തന്നെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം പഠിക്കാൻ തുടങ്ങിയില്ലേ? നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 എണ്ണം പഠിക്കാൻ തുടങ്ങിയില്ലേ? അതേപോലെ തന്നെ നോമ്പിന്റെ ഷർത്തും ഫർളും പഠിക്കാൻ തുടങ്ങിയില്ലേ? 5-ാം ക്ലാസ് എത്തുമ്പോഴേക്ക് തന്നെ ഏതാണ്ട് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജിന്റെ മസലകൾ ഏതാണ്ട് കുട്ടികൾ പഠിച്ചില്ലേ? ഷഹാദത്തിന്റെ മസലകൾ എന്താ കുട്ടികൾക്ക് അറിയാതെ പോയത്? അതാരാണ് ദിക്ർ ഹൽക്കയിൽ ഒതുക്കിയത്? ആരാണ് 1-ാം ഷഹാദ ദിക്ർ ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കിയത്? ആരാണ് 2-ാമത്തെ ഷഹാദ മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്ത് ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കിയത്? ആരാ? ജൂതനാണ്, അല്ലെങ്കിൽ ജൂതന്റെ ഏജന്റാ. എന്തിന്? ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യത്തെ ബാത്തിലാക്കി കളഞ്ഞാൽ ഇസ്ലാം ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ ഏറ്റവും നല്ല പരിപാടി ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദയെ പൊളിക്കലാണ്. ഷഹാദയെ പൊളിക്കാനുള്ള ഏർപ്പാട് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ സഹീഹാകാൻ 5 കാര്യങ്ങൾ ഇവൻ അംഗീകരിച്ചിരിക്കണം. അതിൽ 1-ാമത്തത് അല്ലാഹുവിന്റെ ദാത്തിൽ അല്ലാഹു വഹദാനിയത്തുള്ളവനാണെന്ന് അംഗീകരിക്കണം. അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ വഹദാനിയത്തുള്ളവനാണെന്ന് അംഗീകരിക്കണം. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ വഹദാനിയത്തുള്ളവനാണെന്ന് അംഗീകരിക്കണം. എന്താണ് ഉലൂഹിയത്തിൽ റുബൂബിയത്തിലുള്ള വഹദാനിയത്ത്? അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് എന്തും ഏതും അല്ലാഹുവിൽ നിന്ന് മാത്രമാണെന്ന് അംഗീകരിച്ചു കൊടുക്കുക. ഉലൂഹിയത്തിലുള്ള വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിനാൽ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ കൊടുക്കുന്നത് മുഴുവനും അല്ലാഹ്ക്ക് മാത്രമായിരിക്കണമെന്ന് അംഗീകരിക്കുക. അപ്പൊ റബ്ബിന്റെ ഇലാഹിന്റെ അർത്ഥം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പേരാണ് റബ്ബ് എന്നും ഇലാഹ് എന്നും. റബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് എന്ത് കാര്യവും അങ്ങനെ ഇങ്ങോട്ട് എനിക്ക് തരുന്നവൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ഇങ്ങുന്ന് അങ്ങോട്ട് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം, അള്ളാഹ് ഇങ്ങുന്ന് അങ്ങോട്ട് മാത്രം കൊടുക്കേണ്ടവൻ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് മുഴുവനും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയാൻ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, ജൂതന്മാരെ പഠിപ്പിക്കേണ്ടതില്ല, ഇവിടുത്തെ ഹിന്ദുക്കളെ പഠിപ്പിക്കേണ്ടതില്ല. ഇവരെല്ലാം റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. ഒരു ഹിന്ദു മതസ്ഥനോട് എങ്ങനെയാണോ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയാൾ മറുപടി പറയുക, കൈവിരൽ ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് എല്ലാം ഉടയോൻ എന്നാണ് പറയുക. നിങ്ങളെ കൂട്ടുകാരായ ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കി, നമ്മളെ അയൽവക്കക്കാരോട് ചോദിച്ചു നോക്കി, ഇപ്പോഴും അവരെത്രയും പെട്ടെന്ന് കൈ ഉയർത്തും. എന്നല്ലാതെ ഗുരുവായൂരപ്പനാണ് ഞങ്ങളെ കാര്യം നടത്തുന്നത്, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനാണ് ഞങ്ങളെ കാര്യങ്ങൾ നടത്തുന്നത് വല്ലാഹി അവർ പറയില്ല. ആകാശത്തിലേക്ക് കൈനൂട്ടിയിട്ട് ഉടയ തമ്പുരാൻ തന്നെയാണ്. ക്രിസ്ത്യാനികളോട് ചോദിച്ചു നോക്കി, ചോദിച്ചാൽ അവരെന്താ പറയാ? യേശുവാണ് കാര്യങ്ങൾ നടത്തുന്ന എല്ലാവരും പറയാ, യഹോവ നടത്തുന്ന പറയുക. ജൂതന്മാരോട് ചോദിച്ചു നോക്കിയാൽ അവരും അള്ളാഹു നടത്തുന്ന പറയുക. റുബൂബിയത്തിന്റെ കാര്യത്തിലൂടെ ഏത് മതക്കാർക്കാണ് അഭിപ്രായ വ്യത്യാസം? നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ചെറിയൊരു ന്യൂനപക്ഷം മാനസിക രോഗികൾ വിട്ടേക്കും. 1100 കോടി ജനങ്ങളുണ്ട് ഭൂമിയിൽ. അതിൽ എത്ര പേരാണ് യുക്തിവാദികൾ? ഇവിടുത്തെ മീഡിയകൾ യുക്തിവാദികൾക്കും അതേപോലെ തന്നെ നിരീശ്വരവാദികൾക്കും ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടെ മാർക്കറ്റ് കൊടുക്കുന്നു എന്നതുകൊണ്ട് അതാന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റവരെ സംബന്ധിച്ച് ഇന്ന് ലോകത്തിന്റെ കഥയെടുക്കാകെ പടിഞ്ഞാറൻ രാജ്യത്തിന്റെ കഥയെടുക്കും. പടിഞ്ഞാറൻ രാജ്യത്തിൽ 90% ജനങ്ങളും അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. 10% മാത്രമേ ജൂത, ക്രൈസ്തവ, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതികളെ അംഗീകരിക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ജനങ്ങൾ 90% അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരാണ്. വളരെ ചെറിയ ശതമാനം മാത്രമേ മേൽപ്പറയപ്പെട്ട വിശ്വാസത്തിലേക്ക് പോകുന്നുള്ളൂ. അത് ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? വെറുതെയാണ് ലോകത്ത് ഇസ്ലാമിനെതിരായി, ഇസ്ലാമിനെ കൊല്ലാനും ഇസ്ലാമിനെ തകർക്കാനും മീഡിയകൾ അശാന്ത പരിശ്രമം നടത്തുന്നത് തമാശയാണെന്നാണോ കരുതിയത്? കാരണം അത്രമാത്രം എന്തുകൊണ്ട് 19-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലൊന്നും ദീനുൽ ഇസ്ലാമിന് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നില്ല. അന്ന് ഇസ്ലാം ലോകത്തില്ല. അതുകൊണ്ട് 18-19 നൂറ്റാണ്ട് കാലം ഇസ്ലാം ലോകത്തില്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയല്ലേ ദീനുൽ ഇസ്ലാമിന്റെ പ്രൊപ്പഗണ്ട ലോകത്തുണ്ടാകാൻ തുടങ്ങിയത്. 18-ാം നൂറ്റാണ്ടുകാരനല്ലേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ.
അതുമുതലല്ലേ ദീനുൽ ഇസ്ലാം എന്താണെന്നും അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഷിയാക്കൾക്കിടയിൽ പോലും ഇസ്ലാം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ കാലത്തിന് ശേഷമല്ലേ. അതുകൊണ്ടല്ലേ 18, 16, 17 കുരിശ് വിപ്ലവം കഴിഞ്ഞ് 16, 17 നൂറ്റാണ്ട് കാലം ഇസ്ലാമിനെ ദ്രോഹിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ആദർശപരമായിട്ട് മുസ്ലിമീങ്ങളെ കൊന്നിട്ട് രാജ്യം പിടിച്ചെടുത്തിട്ട് ഭൂമിയുടെ വീതി വിസ്താരം കൂട്ടാനേ മെനക്കെട്ടിട്ടുള്ളൂ. ഇസ്ലാമിനെ കൊല്ലാൻ മെനക്കെട്ടിട്ടില്ല. അതേ അവസരം ഇന്നങ്ങനെയല്ല. ഇന്ന് ലോകം മുഴുവനും ഇസ്ലാമിന്റെ ഇതിലാണ്. എന്താ കാര്യം? അത്രമാത്രം പുരോഗതിയിലാണ് ഇന്ന് ദീനുൽ ഇസ്ലാം. അതുകൊണ്ടാണ് ഏതൊക്കെ ഒരു പർദ്ദയിട്ട പെണ്ണ് എന്തെങ്കിലും കുറ്റക്കെട്ട് കളിച്ചാൽ മീഡിയകൾ മുഴുവനും പർദ്ദയിട്ട പെണ്ണാണ്. അപ്പുറത്തുള്ളവർ കളിച്ചാൽ ആയിരക്കണക്കിനായതുകൊണ്ട് മീഡിയക്കാർക്ക് വലിയ കാര്യമല്ല. അതുകൊണ്ടാണത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പർദ്ദയിട്ട പെണ്ണെ കാണുമ്പോൾ തന്നെ ഇസ്ലാമും മുസ്ലിം എല്ലാം ഇങ്ങനെയാണെന്ന് ചില നവമാത്ര മുസ്ലിമീങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ഇസ്ലാം എന്താണെന്നറിയാത്ത ചില മൗലവിമാരും പറയാറുണ്ട്. ഇല്ല, ഒരിക്കലുമില്ല. 1000 അപ്പുറത്തുണ്ടാകുമ്പോൾ 1, 2 ആണ് ഇപ്പുറത്തുണ്ടാകുന്നത്. ആ 1നെയും 2നെയും എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് മീഡിയകൾ പ്രൊപ്പഗണ്ട നടത്തുന്നത്. വളരെ കൃത്യമായി നാം മനസ്സിലാക്കിയിരിക്കണം. അത്രമാത്രം ദീനുൽ ഇസ്ലാം അതിന്റെ പുരോഗതിയിലാണ്. നമ്മൾ കേരളക്കാർ മാത്രം സംഘടനാപരമായി ആശയവിനിമയങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിന് മുന്നേറാൻ കഴിയാത്തത്. അല്ലെങ്കിൽ 100 കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ ഷിയാക്കളിൽ മഹാഭൂരിപക്ഷവും ഇസ്ലാമിലേക്ക് വരണമായിരുന്നു മറ്റു രാജ്യങ്ങളിൽ വന്നതുപോലെ. വടക്കേ ഇന്ത്യ പോലും നിങ്ങൾ നോക്കി 16, 17 നൂറ്റാണ്ട് കാലത്തെ അവസ്ഥ എന്താണ്? വടക്കേ ഇന്ത്യയിൽ ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? അതേ അവസരത്തിൽ 19-ാം നൂറ്റാണ്ടിന് ശേഷം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ ശിഷ്യത്വം ശിർക്കത്ത് സ്വീകരിച്ച ഷാഹുല്ലാഹി ദഹ്ലവി ദില്ലി കേന്ദ്രമാക്കിക്കൊണ്ട് ഹദീസ് പഠനം ആരംഭിച്ചു, തൗഹീദിന്റെ പ്രബോധനം ആരംഭിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ദഹ്ലവി റഹിമഹുല്ലാന്റെ അശ്രാന്ത പരിശ്രമത്തിന് അനുകൂലമായി വടക്കേ ഇന്ത്യയിലെ ജനങ്ങളിൽ ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കി തുടങ്ങി. ബ്രിട്ടീഷ് ഭരണകൂടം ദഹ്ലവിയെ വിട്ടില്ല. ദഹ്ലവിന്റെ ഈ പോക്ക് അപകടമാണെന്ന് മണത്തറിഞ്ഞ ബ്രിട്ടീഷ് ഭരണകൂടം ദഹ്ലവിക്കെതിരായിട്ട് ബറേലവി ഷീഈ സമൂഹത്തെ തിരിച്ചുവിടുകയാണ് ചെയ്തത്. പക്ഷെ ആ ദഹ്ലവി അള്ളാഹു കബൂലാക്കി. ആ തർത്തീബിലല്ലേ, ദഹ്ലവി തർത്തീബിലല്ലേ അഹ്ലെ ഹദീസ് ഉണ്ടായി വടക്കേ ഇന്ത്യയിൽ. ആ അഹ്ലെ ഹദീസിന്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നതാണ് ദൈവബന്ധി ഉലമാക്കൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്. ഇവരൊക്കെ അഹ്ലെ ഹദീസിന്റെ സൃഷ്ടികളാണ്. അഹ്ലെ ഹദീസ് ആവട്ടെ ദഹ്ലവി റഹിമഹുല്ലാന്റെ പരിശ്രമത്തിന്റെ ഫലമാണ്. ദഹ്ലവി റഹിമഹുല്ല ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ കൂട്ടുകാരനാണ് മദീന മുനവ്വറയിൽ ഹദീസ് പഠിക്കുന്ന കാലത്ത്. ഇതൊക്കെ ചരിത്രമല്ലേ സഹോദരങ്ങളെ? നാം പഠിച്ചിരിക്കണം. നാം സലഫികളാണ് ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടത്, ഷിയാക്കളല്ല. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് ബാത്തിലാക്കി നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായവ നിലനിർത്തി, അവരുടെ താല്പര്യമനുസരിച്ച് നിലനിർത്തി. ഷഹാദത്തിനെ ഇല്ലാതാക്കി തൽസ്ഥാനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം ഔലിയാക്കളും മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പകരം സൂഫി ശേഖന്മാരും. അതാണ് ഷിയാക്കളെ പോളിസി. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കാര്യത്തിൽ ഷിയാക്കളെ മെനക്കെടുത്ത് നിങ്ങൾ വിചാരിക്കേണ്ട. സെൽഫികൾ ഈ രീതിയിലുള്ള മൗനമോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മെല്ലപ്പോക്കോ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പഴയകാല ജഹാലത്തിലേക്ക് കേരളം വീണ്ടും തിരിച്ചു പോകും. ഞാൻ പണ്ടേ പറയാറുണ്ട്, ഇസ്ലാമിന്റെ ദഅവത്തിൽ ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യം കേരളം പോലെ വേറൊരു രാജ്യമില്ല. ഭൂലോകത്ത് കേരളം പോലെ ഇസ്ലാം ദഅവത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു രാജ്യം വേറെ ഇല്ല. കാരണം അത് വടക്കേ ഇന്ത്യ സാക്ഷിയാണ്. വടക്കേ ഇന്ത്യയിലെ അവസ്ഥ സാക്ഷിയാണ് അതിന്. ഹദീസിന്റെ പഠനത്തിൽ വടക്കേ ഇന്ത്യയിൽ അല്ലാഹു തആല നക്ഷത്രങ്ങളെ തെരഞ്ഞെടുത്തു. ബഹുമാനപ്പെട്ട മുബാറക് പൂരി റഹിമഹുല്ലാനെ പോലെ, സിദ്ദീഖ് ഹസൻ ഖാൻ ഭോപ്പാലുകാരൻ, അതേപോലെ തന്നെ അഷ്റഫ് അലി താനവി റഹിമഹുല്ലാ, ഖാസിം നാനൂത്തവി റഹിമഹുല്ലാ, അതേപോലെ തന്നെ അൻവർ ഷാ കശ്മീരി റഹിമഹുല്ലാ, തത്തുല്യമായിട്ട് ഒരാൾ പോലും ഈ കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ള വസ്തുതയാണ്. ഞാനീ പറഞ്ഞതെല്ലാം വടക്കേ ഇന്ത്യയിലെ പണ്ഡിതന്മാരാണ്. ഇന്നും സലഫി പണ്ഡിതന്മാർ ആദരിക്കുന്ന വടക്കേ ഇന്ത്യയിലെ ഹദീസ് പണ്ഡിതന്മാരാണ്. എന്റെ കേരളത്തിൽ ഇല്ലാതെ പോയി? കേരളത്തിൽ ഇസ്ലാമിക ദഅവത്ത് ദുഷ്കരമായതുകൊണ്ടാണ് ഇല്ലാതെ പോയത്. അത് ഇന്നും തുടരുന്നു. ഇത് സലഫികൾ തിരിച്ചറിയണമെന്നാണ് നാം പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും വാലായിട്ടോ ആരുടെയെങ്കിലും പ്രൊപ്പഗണ്ടക്കാരനായിട്ടോ പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ എന്താണോ പഠിപ്പിച്ചു തന്നത് ആ പ്രമാണങ്ങൾ മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി വആസാറു സഹാബ, അല്ലാഹ് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അത് രണ്ടും സഹാബാക്കൾ മനസ്സിലാക്കി എടുത്ത് അമൽ ചെയ്തത്. ഈ 3 പ്രമാണങ്ങൾ സമൂഹത്തിന് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ഏതെങ്കിലും സംഘടനകൾക്ക് അത് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ആ സംഘടനയോട് മാറി നിൽക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതെങ്കിലും സംഘടന വാലായിക്കൊണ്ട് ഖുർആൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദർശം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെടലുകൾ സ്വീകരിക്കേണ്ടി വരും, തയ്യാറാണ് അതിന്. അതുകൊണ്ട് സംഘടനകളൊന്നും എന്നെ കൊണ്ട് തലവേദനയാവണ്ട. ഞാൻ പറയുന്ന വിഷയങ്ങൾ സംഘടനയായിട്ട് ചേർത്ത് പറയണ്ട.
ഇന്ന സംഘടനയുടെ ആളാണ്, ഇന്ന സംഘടന ഇല്ല. ഞാൻ പറയുന്ന വാക്ക് ഞാൻ സ്വന്തമാണ്, എൻ്റെ സ്വന്തമാണ്. അത് ഒരു സംഘടന KNM പോലെയുള്ള ഒരു സംഘടനയുമായിട്ട് ഞാൻ പറയുന്ന വാക്കിന് ചേർത്ത് പറയണ്ട. അതുകൊണ്ട് KNMന്റെ തലപ്പത്തിരിക്കുന്നവർ എൻ്റെ വാക്കുകൾ വ്യാഖ്യാനിക്കാനോ അതിൽ സ്കലിതം കണ്ടെത്താനൊന്നും ആരും മെനക്കെടേണ്ട. ഞാൻ പറയുന്നത് ഞാൻ സ്വന്തമാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആരുടെയെങ്കിലും വാലായിട്ട് മിമ്പറുകളോ സ്റ്റേജുകളോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്തിനാ സംശയം തീർത്തെന്നറിയുമോ? ഞാൻ പറയുന്ന വാക്കുകൾ, അഹ്ലുസുന്നയുടെ വാചകങ്ങൾ, അഹ്ലുസുന്നയിലെ ഉലമാക്കൾ പറയുന്ന വിഷയങ്ങൾ ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഷിയാക്കൾ സ്റ്റേജ് കെട്ടുകയും മറ്റും ചെയ്യുന്നതായിട്ട് നാം കാണാറുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും മെനക്കെടണ്ട. ഞാൻ അവരുടെ ഒന്നും അവരുടെ ഒന്നും മെഗഫോണല്ല. ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ, അത് ആരാണോ അത് പറയാൻ അനുവദിക്കുന്ന സ്റ്റേജ്, ആ സ്റ്റേജിൽ പറയുന്നു എന്ന് മാത്രം. അനുവദിക്കുന്നില്ലെങ്കിൽ ആ സ്റ്റേജ് ഒഴിവാക്കുമെന്നല്ലാതെ ഞാൻ എൻ്റെ ആശയം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഞാൻ നിങ്ങളോട് ക്ലിയർ ആക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? ഞാനൊരു വിഷയം പറയുമ്പോൾ അത് എൻ്റെ വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ട് വെത്താൻ മതി, എന്നെ വിമർശിച്ചാൽ മതി, എന്നെ വിമർശിച്ചാൽ മതി. അതിലേക്ക് ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് ചേർത്തിട്ട് വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സംഘടനയുടെ മെമ്പറുമായിട്ടോ സ്റ്റേജുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവും ഇപ്പോഴില്ല. ഇത് പറയുന്ന വിഷയത്തിൽ അവർ സ്വീകരിക്കുകയാണ് എങ്കിൽ, പറയാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കാരണം എനിക്ക് പറയാനുള്ളത് മാറുന്ന പ്രശ്നമേ ഇല്ല. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ഇസ്തിഖാമത്തോടെ അങ്ങനെ ജീവിച്ച് ഒറ്റക്ക് അബൂദർ ഗിഫാരി മരിച്ചതുപോലെ ആരോരും ഇല്ലാണ്ട് എവിടെയെങ്കിലും മരിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ബാത്തിലാകുന്ന വിഷയം സംസാരിക്കുമ്പോൾ കുറച്ച് കട്ടി കൂടും, അതിൽ ശിദ്ദത്ത് കൂടും. കാരണം അതിനാണ് 313 മുർസലിങ്ങൾ വന്നത്. അന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണെന്ന് പറയാൻ മുർസലിങ്ങൾ വന്നിട്ടില്ല. 1,24,000 നബിമാരും അത് പറഞ്ഞവരാ, അത് വിശദീകരിച്ചവരാ. അതേസമയത്ത് മുർസലിങ്ങൾ വന്നത് ഇങ്ങനെ അങ്ങോട്ട് അള്ളാഹ്ക്കേ പറ്റൂ എന്ന് പറയാനാണ്. നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള 313 മുർസലിങ്ങൾ വന്നത് അല്ലാഹ് റബ്ബാണെന്ന് വിശ്വസിക്കാനല്ല, അല്ലാഹ് ഇലാഹാണെന്ന് പറയാനാണ്. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കുന്ന ഷഹാദ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഷർത്താൻ, ഒന്നാമത്തെ ഫർളാൻ. ആ ഫർള് സഹീഹാകാൻ അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ അംഗീകരിച്ചിരിക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ ദാത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിച്ചിരിക്കണം. നമുക്ക് ഇനിയും വിശദീകരിക്കാം. അള്ളാഹുവിന്റെ സിഫാത്തിൽ, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. ഉലൂഹിയത്തിലുള്ള വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. നാലാമത്തത് അള്ളാഹുവിന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ. അള്ളാഹ്ക്കുള്ള വിശേഷണം അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അതൊരു കാരണവശാലും ഒരു വലിയനുണ്ടാകാൻ പറ്റുകയില്ല, ഒരു നബിക്കുണ്ടാകാൻ പറ്റുകയില്ല, ഒരു റസൂലിനുണ്ടാകാൻ പറ്റുകയില്ല. അള്ളാഹുവിനുള്ള സിഫാത്തുകൾ. അഞ്ചാമത്തത് അള്ളാഹുവിന്റെ അസ്മാഉകൾ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അല്ലാഹ് റഹ്മാനാണ്, അല്ലാഹ് മാത്രമാണ് റഹ്മാൻ. അല്ലാഹ് റഹീമാണ്, അല്ലാഹ് മാത്രമാണ് റഹീം. ഏത് രീതിയിൽ? അള്ളാഹ്ക്ക് അവകാശപ്പെട്ട രീതിയിൽ. അതേസമയത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സംബന്ധിച്ച് റഊഫും റഹീം എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് റഹ്ഫത്ത് എന്നത് അള്ളാന്റെ റഹ്ഫത്തിന് തുല്യമല്ല. അള്ളാഹ് കൊടുത്ത റഹ്ഫത്തിൽ നിന്ന് റഹ്ഫത്താണ് മുഹമ്മദ് നബിക്ക്. മുഹമ്മദ് നബിക്ക് സുബൈദ ഉണ്ടായ റഹ്ഫത്തല്ല, റഹ്മത്ത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി റഹീമാണ്, ആ അള്ളാഹ് കൊടുത്ത റഹ്മത്താണ്. അള്ളാഹ്ക്ക് ആരും കൊടുത്തതല്ല, അള്ളാഹ്ക്ക് സ്വമേധയാവുള്ളതാണ്. ഇത് അംഗീകരിച്ചു കൊടുത്താലേ റുബൂബിയത്തിലുള്ള ഷഹാദ സഹിയാകുകയുള്ളൂ. നമ്മൾ ചർച്ച ചെയ്തു വന്നത് രണ്ടാമത്തെ ഷഹാദയാണ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദ പറയണമെങ്കിൽ ഒന്നാമത്തെ ഷഹാദ പറഞ്ഞേ പറ്റൂ. കാരണം എന്താ? രണ്ടാമത്തെ ഷഹാദ ഒന്നാമത്തെ ഷഹാദന്റെ അനുബന്ധമാണ്, സെപ്പറേറ്റ് അല്ല. ഒന്നാമത്തെ ഷഹാദ സ്വഹീഹാകാനുള്ള അതിന്റെ പാർട്ടാണ് രണ്ടാമത്തെ ഷഹാദ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്തനുസരിച്ച്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെ? മുഹമ്മദുർ റസൂലിന് കൊടുത്ത ഷഹാദത്തനുസരിച്ച്. അതാ മുഹമ്മദുർ റസൂലിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഇന്ന ഇമാമു പറഞ്ഞു, നമുക്ക് തെളിവല്ല. ഇന്ന ഷെയ്ഖ് പറഞ്ഞു, ഇന്ന സംഘടന പറഞ്ഞു, ഇന്ന വലിയ പറഞ്ഞു, ഒന്നും ഇന്ന ഉസ്താദ് പറഞ്ഞു, ഇന്ന തങ്ങൾ പറഞ്ഞു, നമുക്ക് തെളിവല്ല. എന്തുകൊണ്ട്? നമ്മൾ ഷഹാദത്ത് കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹിക്കാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചോളാം എന്ന അള്ളാഹ് കൊടുത്ത ഉറപ്പ് മുഹമ്മദി റിസാലത്തിനാണ്. ഇന്ന തങ്ങൾ പറയുമ്പോൾ ഞാൻ ജീവിച്ചോളാം എന്ന് അള്ളാഹ് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? അള്ളാഹ് നമ്മളങ്ങനെ ഉറപ്പ് വാങ്ങിയിട്ടുണ്ടോ? ഇന്ന ഇമാമു പറയും പോലെ ജീവിച്ചോളാം എന്ന് അള്ളാഹു തആല ഉറപ്പ് വാങ്ങിയിട്ടുണ്ടോ? അള്ളാഹു തആല നമ്മളോട് വാങ്ങിയ കരാർ എന്താണ്? മുഹമ്മദി റിസാലത്തനുസരിച്ച് ജീവിച്ചോളാം എന്നതാണ്. ആ മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് സ്വഹീഹാകണമെങ്കിൽ ഒന്നാമതായി അംഗീകരിക്കേണ്ടത് മുഹമ്മദിയത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ മുഹമ്മദിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. സുമാറാകാൻ പറ്റുകയില്ല.
അല്ലെങ്കിൽ പേരില്ലാത്ത ആരെങ്കിലും ആകാൻ പറ്റൂല. ഞാൻ റസൂലിനെ അംഗീകരിക്കുന്നു, എന്താ ഈസാ നബിന്റെ റിസാലത്ത് പറ്റൂലേ? പറ്റൂല. എന്താ മൂസ നബിന്റെ റിസാലത്ത് പറ്റൂലേ? പറ്റൂല. എന്തുകൊണ്ട്? രണ്ടാമത്തെ ഷഹാദ സഹിയാകാൻ മുഹമ്മദി റിസാലത്ത് തന്നെ വേണം. അതാണ് മുഹമ്മദിയത്ത് അറിയണം എന്ന് പറഞ്ഞത്. മുഹമ്മദ് ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം ആ ഷഹാദത്തിലേക്ക് പ്രവേശിക്കാൻ. നാം ചർച്ച ചെയ്തു. രണ്ടാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് മുഹമ്മദ് അബ്ദാണെന്ന് അറിയണം. മുഹമ്മദിന്റെ അബ്ദിയത്ത് അറിയണം. മുഹമ്മദ് അബ്ദിയത്ത് അറിയണം. മുഹമ്മദ് വെറും പ്യൂറിൽ പ്യൂർ 916 അബ്ദാൻ, അടിമത്വത്തിന്റെ പൂർണ്ണമായ രൂപമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. മുഹമ്മദ് നബി അല്ലാത്ത ആർക്കും അങ്ങനെ അവകാശപ്പെട്ടു കൊടുക്കാൻ പറ്റുകയില്ല. സഹാബാക്കളാവട്ടെ, താബിഈങ്ങളാവട്ടെ, സലഫു സാലിഹീങ്ങളാവട്ടെ, ഇമാമിങ്ങളാവട്ടെ, ആരാവട്ടെ, അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്തിന് തുല്യമായ അബ്ദിയത്ത്. ഇനി അഷ്റഫുൽ ഖൽഖല്ലാത്ത വേറെ നബിമാര് നൂഹ് നബി തൊട്ട് ഈസ നബി വരെയുള്ള റസൂലുകൾ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പോലെ അബ്ദിയത്തുള്ള, നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം ഞാൻ. നാളെ ആഖിറത്തിൽ എല്ലാവരെയും ഹാജരാക്കും അല്ലാഹു തആല ഹിസാബിന് വേണ്ടിയിട്ട്, വിചാരണക്ക് വേണ്ടിയിട്ട്. എത്ര കാലം എന്ന് ഒരു അറ്റവും അതിന്. നമ്മുടെ ഭൂമിയിൽ ഒരു ദിവസം കഴിയണമെങ്കിൽ ഭൂമിയിൽ 50,000 കൊല്ലം കഴിയേണ്ട സമയം എടുക്കും അവിടുത്തെ ഒരു ദിവസം എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അപ്പൊ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഹിസാബിന് വേണ്ടിയിട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ നമുക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയം എന്താണ്? മാലോകര് മുഴുവനും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോവും. എന്നിട്ട് പരാതി പറയും, ഓ ബാപ്പ, എന്തൊക്കെ ഒരു കാര്യം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം എടുക്കാൻ നിങ്ങളൊന്ന് ശുപാർശ പറ. ഞങ്ങളാകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ നേരിട്ട് സൃഷ്ടിച്ച ആളാണ്, ആകാശത്തിൽ വസിച്ച ആളാണ്, സ്വർഗത്തിൽ തർബീയത്ത് തന്ന ആളാണ്. നിങ്ങളാണ് അബുൽ ബശർ. ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു എന്താണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? അഷ്റഫുൽ എന്താ പറഞ്ഞത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറയും, മക്കളെ, ഞാൻ ഒരിക്കലും അതിന് അർഹനല്ല. ഞാൻ അള്ളാഹുവിന്റെ വിചാരണ ചിന്തിച്ച് പേടിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ഞാൻ ആ പഴം പറിച്ചതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് ഭൂമിയിൽ പുറത്തു തന്നത് ശരിയാണ്. ഇവിടെ വല്ല നടപടിയും ഉണ്ടാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ടത് പറ്റൂല. മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യത്തെ റസൂലായ നൂഹിന്റെ അടുക്കലൊന്ന് പോയി നോക്കി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം കൈ മാറും. എന്താ കാര്യം? അബ്ദിയത്ത് പൂർണ്ണമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് അബ്ദിനെ പറ്റി മനസ്സിലാക്കിയത്? അടിമ എന്ന് മലയാളത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അടിമ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും തിരിയാതെ പോയത്. അബ്ദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സർവസ്വവും അല്ലാഹുവിൽ അർപ്പിച്ചത്. ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ അടുക്കലേക്ക് പോയപ്പോൾ നൂഹ് നബിക്കും പറയാനുള്ളത്, മക്കളെ, എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എന്റെ ഖൗമിനെതിരായിട്ട് ദുആ ചെയ്ത ആളാണ്. ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ജാറത്തിൽ പോകുന്നവരെ മുഴുവനും, ജാറക്കാരെ മുഴുവനും നീ നശിപ്പിച്ച് കളയണമെന്ന് എന്റെ അള്ളാഹുവിനെ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആവട്ടെ കാരുണ്യത്തിന്റെ അള്ളാഹുവാണ്, കരുണയുടെ അള്ളാഹ്. എല്ലാരെയും രക്ഷപ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കാനാണ് എന്നെ റസൂലാക്കി അയച്ചത്, നശിപ്പിക്കാനല്ല. പക്ഷെ ഞാൻ എൻ്റെ വികാരം, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അത് പറഞ്ഞു. അള്ളാഹു എന്ത് നടപടിയാണ് എടുക്കാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് പോയി നോക്ക്. അതൊന്നും മുറിയില്ലേ? എന്താ കാര്യം? അബ്ദിയത്ത് പൂർണ്ണമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയും, മക്കളെ, എന്നെ കൊണ്ട് പറ്റൂല, ഞാനും പേടിച്ചിരിക്കുകയാണ്. ഞാൻ 1-2 വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചു പോയിട്ടുണ്ട്. ഒന്ന്, എല്ലാവരും ജാറത്തിലെ ഉത്സവത്തിന് വേണ്ടി, ഉറൂസിന് വേണ്ടിയിട്ട് പോകുമ്പോൾ എന്നെ ക്ഷണിച്ചു നാട്ടുകാര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നീ സഖി, ഞാൻ രോഗിയാണെന്ന്. എനിക്കൊരു രോഗവുമില്ല, ഒരു ജലദോഷം പോലും എനിക്കില്ല. പക്ഷെ എൻ്റെ മനസ്സിന് രോഗമുണ്ട്. എല്ലാവരും ജാറത്തിൽ, അള്ളാഹു മാത്രം എന്ന് പറയാൻ ആരുമില്ല. ആ വിഷമം എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉപയോഗിച്ച വാക്ക് സഖീം എന്നാണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഭാര്യ സാറാനെയും കൊണ്ട് നാടുവിട്ടപ്പോൾ, സിറിയയിലേക്ക് നാടുവിട്ടപ്പോൾ, നാട്ടുരാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ എന്നെ പിടിച്ചു. എൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി മെനക്കെട്ടു. ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സഹോദരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാര്യമാരെ മാത്രമേ രാജാവ് ബുദ്ധിമുട്ടിക്കുള്ളൂ, ഉമ്മാനിയും പെങ്ങന്മാരെയും ബുദ്ധിമുട്ടിക്കൂല. അതുകൊണ്ട് ഞാൻ പെങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ ആദർശത്തിന്റെ പേരിൽ പറഞ്ഞതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ആ ആദർശത്തിന്റെ പേരിൽ പറഞ്ഞതാണ്, വേറൊന്നുമല്ല. എന്നാലും എനിക്ക് പേടിയാവുന്നു. ആ വാക്ക് അല്ലാഹു തആല എടുത്തു പറഞ്ഞെങ്കിലോ. എങ്ങനെയുണ്ട് ഈസാബിനെ പേടിക്കുന്ന രീതി? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈസാ പ്രവാചകന്റെ അടുക്കലേക്ക് പോ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് കാലം താമസിച്ചിട്ട് വരുന്ന ആളാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറയാ? അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ചോദിക്കാനിരിക്കുകയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, യാ ഈസാ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ എൻ്റെ ഉമ്മാനെയും എന്നെയും വിളിക്കണം നിങ്ങൾ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. നീ പറഞ്ഞതാണോ ഈസാ ജനങ്ങളോട്, ക്രിസ്ത്യാനികളോട്?
ഈ ക്രിസ്ത്യാനി സമൂഹത്തോട് നീ പറഞ്ഞതാണോ? ആ കൂട്ടത്തിൽ ഷിയാക്കളോടും ചോദിക്കും അല്ലാഹു തആല മൊയ്തീശേഖങ്ങളെ ഹാജരാക്കിയിട്ട്, ഓ മൊഹീദ്ദീൻ, നീയാണോ ഇവരോട് നിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത്? യാ ഗൗസിയ മൊഹീദ്ദീൻ വിളിക്കാൻ പറഞ്ഞത്? ആ സമയത്ത് ഈസ നബി പറയുന്ന അതേ മറുപടിയാണ് മൊയ്തീൻ ശേഖൻ പറയുക. ഈസ നബി എന്താ പറയാ? ഞാൻ അറിയില്ല അല്ലാഹുവേ, ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നീ അറിയില്ല, നിന്റെ കിതാബിൽ ഉണ്ടാവുമല്ലോ അല്ലാഹുവേ. ഞാനും പറഞ്ഞത് മുഴുവനും റബ്ബി വ റബ്ബുക്കുമുള്ള, ഞാൻ എന്റെയും നിങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഫഅ്ബുദു, ആ അല്ലാഹനെ മാത്രമേ വിളിക്കാവുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫലമ്മ തവഫൈതനി, ഞാൻ മരിച്ചതിന്, ഞാൻ എന്റെ ജീവിതം പൂർത്തിയാക്കി ആകാശത്തിലേക്ക് പോയതിന് ശേഷം, ഫകുന്ത അൻത റഖീബ അലൈഹിം, അവരെ നിരീക്ഷിച്ചത് ഞാനല്ലല്ലോ അല്ലാഹുവേ, അവരെ നിരൂപിച്ചത് ഞാനല്ലല്ലോ, അവരെ നോക്കി കണ്ടത് ഞാനല്ലല്ലോ, നീയാണല്ലോ. ഞാൻ പോയതിനു ശേഷം അവരെന്താ ചെയ്തത് എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാഹുവേ. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മദുംതു ഫീഹിം, ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള സമയത്ത് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൈവിടും, ഖാദിർ ജീലാനിയും കൈവിടും, റിഫായി ശൈഖ് കൈവിടും, ബദരീങ്ങൾ കൈവിടും, മമ്പർത്തങ്ങൾ കൈവിടും, ഉള്ളാത്തങ്ങളും കൈവിടും, എല്ലാ തങ്ങന്മാരും കൈവിട്ടിട്ട് ഒറ്റക്ക് ആരും ഉണ്ടാവില്ല. ആ സമയത്താണ് ഷിയാക്കളെല്ലാം അള്ളാഹുവിനോട് പറയുക, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹ്, ഇവന്മാരൊക്കെ കളവ് പറഞ്ഞതായിരുന്നു, ഞങ്ങൾ തഅതീന സാദത്തന വഖുബദാന, ഞങ്ങൾ ഉസ്താദുമാർ പറയുമ്പോൾ ഞങ്ങൾ കേട്ടുപോയി, ഞങ്ങൾ ഖത്തീബുമാർ പറയുമ്പോൾ ഞങ്ങൾ കേട്ടുപോയി, അങ്ങനെയാണ് ഞങ്ങൾ കുത്തിബത്തിൽ പങ്കെടുത്തത്, അങ്ങനെയാണ് ഞങ്ങൾ മൗലൂദിലും ഖത്തീബിലും പങ്കെടുത്തത്. ഇപ്പൊ അവരെല്ലാം ഞങ്ങളെ പറ്റിച്ചു, അവരെല്ലാം ഒഴിവാകുകയാണ്, അവരൊന്നും അറിയില്ല എന്നാ പറയുന്നത്. അല്ലാഹ്, ഞങ്ങൾക്ക് ഒന്ന് ദുനിയാവിലേക്ക് മടക്കി അയച്ചതാ, കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നന്നായിട്ട് വന്നോളാം. ആ സമയത്ത് അല്ലാഹു തആല വന്ന വാക്കെന്താ അറിയോ? ഇഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ, മിണ്ടാതിരുന്നു കൊള്ളണം, തലകുത്തി മറിഞ്ഞു കൊള്ളണം, മിണ്ടിപ്പോവാൻ പാടില്ല. ലാ തുകല്ലിമൂൻ അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലായിരുന്നോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പാകത്തിൽ ഉപദേശകന്മാർ, തൗഹീദിന്റെ പ്രബോധകന്മാർ എന്ന നാട്ടിൽ വന്നിട്ടില്ലായിരുന്നോ? വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലായിരുന്നോ? ഇപ്പോഴാണോ വന്നിട്ട് കരയുന്നത്? മിണ്ടിപ്പോകാൻ പാടില്ല. അലം അൽഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾ ശൈത്താനെ അനുസരിച്ചു പോകരുത്. ശൈത്താന്റെ കേന്ദ്രങ്ങളാണ് ജാറങ്ങളുടെ മഖാമുകൾ, ശൈത്താന്റെ കേന്ദ്രങ്ങളാണ് റാത്തിബിന്റെയും മുഖത്തിന്റെയും കുതുബിത്തിന്റെയും മഹല്ലിക മദീസുകൾ. അവിടുത്തെ കടകിൽ പോകരുത്. അനിഅ്ബുദൂനി, എന്തുണ്ടെങ്കിൽ എന്നോടേ ചോദിക്കാവൂ. ഹാദാ സിറാത്തുൽ മുസ്തഖീം, അതാണ് ഏറ്റവും നല്ല വഴി, അതാണ് രക്ഷപ്പെടാനുള്ള വഴി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ഇപ്പോഴാണോ നിങ്ങൾ പ്രയാസം പറയുന്നത്? മിണ്ടിപ്പോവാൻ പാടില്ല. കുരുത്തം കെട്ട വർഗമേ, മാറിപ്പോടാ അവിടെ നിന്ന്. ജൂതന്മാരോട്, നസാറാക്കളോട്, ഷിയാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ വെച്ച് ഈ സമയത്ത് പറയുന്ന വാക്കതാണ് വംതാസുൽ യൗം, ഇന്നത്തെ ദിവസം മാറി വിടുന്ന എന്റെ മുഖത്ത് കാണാൻ, എന്റെ മുമ്പിൽ കാണാൻ പാടില്ല. അയ്യുഹൽ മുജ്രിമൂൻ, തമ്മാടികളായ സമൂഹം. മുജ്രിം എന്നതിന്റെ തഫ്സീറിൽ അങ്ങനെയാണ് അർത്ഥം വെച്ചിരിക്കുന്നത്, തമ്മാടികൾ എന്ന്. അയ്യുഹൽ മുജ്രിമൂൻ, തമ്മാടികളായ ജനം. ഞാനല്ലാത്ത മുഴുവൻ തങ്ങന്മാരെയും ശൈഖന്മാരെയും പിറകെ നടന്നിട്ട് ഇപ്പം വന്നിട്ടുണ്ട് കരയല്ലേ? അല്ല, മഴതിരിക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅഅ്ബുദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം വലഖദ് അവല്ല മിൻകും ജിബില്ലൻ കസീറ. നിങ്ങളിൽ നിന്നൊരു വലിയ വിഭാഗത്തെ അവൻ ഇതിനു മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ ഉസ്താദ്മാരും ഖത്തീബുമാരും തങ്ങന്മാരും പറയുമ്പോൾ നിങ്ങൾ കേട്ടത്. ഇപ്പോഴാണോ വന്നിട്ട് കരയുന്നത്? മുഹമ്മദ് ഈ റിസാലത്തിൽ മുഹമ്മദിന്റെ അബ്ദിയ്യത്ത് മനസ്സിലാക്കാൻ നിസ്സാര വിഷയമല്ല. അവസാനം മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് എത്തുന്നു. അവസാനം മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് എത്തുന്നു. ഈസ നബി പറഞ്ഞതനുസരിച്ച് അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കലേക്ക് ഒരു ഇതേ പരാതി പറയുന്നു. അഷ്റഫുൽ ഖൽഖ് പറയുന്ന വിഷയം ഫഖുൽതു നഅം, ഞാനന്ന് മറുപടി പറയും നഅം, ശരി നോക്കാം. എന്താണ് നിങ്ങൾ ആലോചിച്ചൊക്കെ? ശരി, ഞാൻ നോക്കട്ടെ. എന്താ കാര്യം? 100% അബ്ദിയ്യത്തിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് മുസ്തഫ. അബ്ദിയ്യത്തിനെതിരായിട്ട് ഒരു വാക്കുപോലും നാളെ ആഖിറത്തിൽ വിചാരണ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ചെയ്യാനില്ല. ഒരു വാക്കുപോലും ചെയ്യാനില്ല. മറ്റുള്ള നബിമാരെ മുഴുവൻ അല്ലാഹു തആല വിചാരണ ചെയ്യും. അഷ്റഫുൽ ഖൽഖിനെ വിചാരണ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു വിഷയം കിട്ടൂല. ആ പൂർണ്ണതയാണ് ആ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നാം അംഗീകരിക്കണം. എന്നാലേ രണ്ടാമത്തെ ഷഹദ സഹിയാവുള്ളൂ. മൂന്നാമതായിട്ട് അംഗീകരിക്കേണ്ട വിഷയം നുബുവത്ത് അംഗീകരിക്കണം. നാലാമതായിട്ട് റിസാലത്ത് അംഗീകരിക്കണം. അഞ്ചാമതായിട്ട് ശരീഅത്ത് അംഗീകരിക്കണം. ഇൻഷാ അല്ലാഹ് വളരെ കൃത്യമായിട്ട് നമുക്ക് മുമ്പോട്ട് വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം.
അല്ലാഹു തആല അറിവിൽ ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടാമത്തെ ഷഹാദയെ പറ്റിയാണ് നാം ചർച്ച ചെയ്തു കൊണ്ടുവരുന്നത്. നാം ഒരുപാട് കൊല്ലങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹിയെ പറയാൻ നമുക്ക് അവസരം കിട്ടാറുണ്ടാകുമായിരുന്നില്ല. അല്ലാഹു തആല തന്ന അവസരത്തെ അല്ലാഹു തആല കബൂലാക്കട്ടെ. മിമ്പറുകളെയും മെഹ്റാബുകളെയും അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് അനുകൂലമാക്കി തരുന്ന കാലത്തോളം നമുക്കിത് പറഞ്ഞുകൊണ്ടേ പോകാം, മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്നത് വരെ. ആ സമയത്തും നമുക്ക് പറയാനുള്ളത് തൗഹീദാണ്. നാളെ ആഖിറത്തിലെത്തി അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെയും നമുക്ക് പറയാനുള്ളത് തൗഹീദാണ്. സ്വർഗത്തിലെത്തിയാൽ അവിടെ കാര്യത്തിന് വേണ്ടിയല്ല, കളിക്ക് വേണ്ടി പറയാനുള്ളതും തൗഹീദാണ്. ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആൻ, ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് തയ്യാറാണ് സ്വർഗത്തിൽ. വലക്കും മാ തദ്ദഊൻ, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും സ്വർഗത്തിൽ. ഖുർആൻ, ഇന്നാ സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാം ഖൗലൻ മിൻ റബ്ബിർ റഹീം. സ്വർഗ്ഗം. ആ സമയത്ത് നമ്മളോട് ചോദിക്കും അല്ലാഹു തആല എനിക്ക് എന്താ ആവശ്യമെന്ന്. അന്ന് നമ്മൾ അല്ലാഹുവിനോട് പറയും തൗഹീദ് പറയണം. തൗഹീദ് പറയാനൊരു സദസ്സ് വേണം. അല്ലാഹു നിന്നെപ്പറ്റി പറയാനൊരു സദസ്സ് വേണം, സന്തോഷത്തിന്, മനസ്സിൻ്റെ പൂതി തീർക്കാൻ. ആ സമയത്ത് ഇവിടുത്തെ പണ്ഡിതന്മാരും ഇവിടുത്തെ ശിയാക്കളും എല്ലാവരും സ്വർഗത്തിലെത്തിയവരൊക്കെ അവരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തൗഹീദ് പറഞ്ഞ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് എത്രയേ ഉള്ളൂ ആശ. വേറെ ആശകൾ എന്താ? സ്വർഗത്തിലെന്തോ ആശ. സ്വർഗം തന്നെ നമുക്കുള്ളതാണെങ്കിൽ പിന്നെന്താ ആശ വന്നിരിക്കുന്നത്? അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. അവിടെ കിട്ടേണ്ടത് നിങ്ങൾക്ക് അള്ളാഹുവിനെയാണ്. സ്വർഗത്തിൽ ഇതെല്ലാം കിട്ടിയിട്ട് എന്താ കാര്യം? അള്ളാഹുവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ, സ്വർഗം എല്ലാം ഏൽപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൊണ്ട് എന്താണ് നേട്ടം? നമുക്ക് വജൂഹി യൗമൈദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. വജൂഹി യൗമൈദിൻ, അന്നത്തെ ദിവസം ചില മുഖങ്ങൾ, ഇലാ റബ്ബിഹാ വജൂഹി യൗമൈദിൻ നാളിറ, പ്രസന്നമായിരിക്കും ചില മുഖങ്ങൾ. അവരുടെ ആകെ ജോലി എന്തായിരിക്കും? ഇലാ റബ്ബിഹാ നാളിറ, അള്ളാഹുവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക. വേറെ ഒരു ആസ്വാദനവുമില്ല, വേറൊരു രസമൊന്നും അവിടെ ഇല്ല. അതെല്ലാവർക്കും കിട്ടൂല, ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രം. സ്വർഗ്ഗം എല്ലാം അല്ലാഹു തആല വാരി കോരി കൊടുക്കും. ഒരാൾക്ക് കിട്ടുന്ന സ്വർഗം തന്നെ ഒരു മരത്തിന്റെ ചോട്ടിൽ 500 കൊല്ലം കുതിര ഓടിയാൽ ഉണ്ടാകുന്ന സ്ഥലം ആർക്ക് കിട്ടുന്നത്? അവസാനമായിട്ട് സ്വർഗത്തിൽ കയറുന്നവർക്ക് കിട്ടുന്നത്. 500 കൊല്ലം ഒരു കുതിര ഒരു മരത്തിന് വലയം വെച്ചാൽ എത്ര സ്ഥലം വരെ ഓടി തീർക്കാൻ പറ്റും? അത്രയും സ്ഥലം എല്ലാ വിചാരണയും കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ കയറുന്നവനിക്ക് കിട്ടുന്ന സ്വർഗം. എങ്കിൽ പിന്നെ വിചാരണ ഇല്ലാണ്ട് സ്വർഗത്തിൽ പോകുന്നവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും കിട്ടുക? നമ്മൾ എങ്ങനെ കണക്കൂട്ടത്? എങ്ങനെയാണ് നമുക്ക് ഒരു കണ്ണും കാണാത്തത്? വല ഐനും റഅത്ത്, ഒരു കണ്ണും കാണാത്തത്. അതേപോലെ തന്നെ ഒരു ചെവി, വല ഉദിനും സമയത്ത് ഒരു ചെവിയും കേൾക്കാത്തത്. ഒരു ഹൃദയത്തിലും ഒരു രൂപം പോലും ഉണ്ടാക്കാൻ പറ്റാത്തത്. അതേ കൂട്ടരെ, അതിനാണ് മെനക്കെടുന്നത്. നാം ഈ തൗഹീദിന്റെ രാജപാതയിൽ സഞ്ചരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. വേറെ ഒരു ലക്ഷ്യം ദുനിയാവിലില്ല. മുവഹിദുകൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും തരാമെന്ന് അല്ലാഹു ഏറ്റിട്ടില്ല. സ്ഥാനമാനങ്ങളോ പദവികളോ പണോ പത്രോസോ ഒന്നും അല്ലാഹു വഅദ ചെയ്തിട്ടില്ല. മുവഹിദുകൾക്ക് വഅദ ചെയ്തിരിക്കുന്നത് അംബിയാ മുർസലീങ്ങളോടൊപ്പം നാളെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അതാണ് നമ്മൾക്ക് ആഗ്രഹം. അവിടെ എത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്റെ സൗഭാഗ്യം അതാണ്. അതുകൊണ്ട് തന്നെ നാം ഇത് വളരെ കൃത്യമായി വളരെ വിശദമായി പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം ഇനി മുഹമ്മദുർ റസൂൽ അനുസരിച്ച് അമൽ ചെയ്യേണ്ട രീതിയിലേക്ക് കടക്കാൻ. മുഹമ്മദി റിസാലത്തിൽ തൂക്കി തിട്ടപ്പെടുത്തി അമൽ ചെയ്യേണ്ടത് എങ്ങനെ? സഫർ കഴിയുന്നതിന് സഫർ കഴിയാൻ പോവുകയാണ്. സഫർ കഴിയുന്നതിന് മുമ്പായി, റബീഉൽ അവ്വൽ പറക്കുന്നതിന് മുമ്പായി നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമുക്ക് മറ്റു കാര്യത്തിലേക്ക് കടക്കാൻ.
മുഹമ്മദ് ഈ റിസാലത്ത് അനുസരിച്ച് എങ്ങനെ അമൽ ചെയ്താലാണ് ഷഹാദത്ത് സഹിയാകുക, ആ ഷഹാദത്ത് ആ കരാർ നിലനിർത്താൻ നാം ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അത് ചർച്ച ചെയ്യണം, വിശദമായി ചർച്ച ചെയ്യണം. അവിടെയാണ് അഅ്മാലുകളുടെ മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു വാസിയാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഈമാൻ തകരുന്നത് പോലെ മുഹമ്മദ് റസൂലുള്ളാഹ് കൊടുത്ത അഅ്മാലുകൾ തകരുന്നത് അവിടെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാവും. മുഹമ്മദ് റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ ബാത്തിലായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലായാൽ കാലാകാലം നരകത്തിലാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ കൊല്ലമ്പാടി മഹല്ലിനെ പരിഗണിച്ചുകൊണ്ടും കൊല്ലമ്പാടിയിലെ മുസ്ലിമീങ്ങളെ പരിഗണിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പരിഗണിച്ചുകൊണ്ടും ഇവിടുത്തെ സ്ത്രീ പുരുഷന്മാരും ഹിദായത്ത്, ഇസ്തിഖാമത്ത് എന്നിത്യാദി കാര്യങ്ങളെ പറ്റി വിശദമായി ചർച്ച ചെയ്യാനെന്നോണമാണ് കൊല്ലമ്പാടി സലഫി ജമാഅത്തിന്റെ ഭാരവാഹികൾ നാളെയും മറ്റന്നാളുമായി ഇവിടെ ഒരു ഇസ്ലാഹി പ്രഭാഷണ പരമ്പര വെച്ചിരിക്കുന്നത്. മുഖ്യമായി പരിഗണിക്കുന്നത് നമ്മുടെ മഹല്ലിൽ നാം ഇൻസാൻ എന്താണെന്ന് പഠിക്കണം, ഇസ്ലാം എന്താണെന്ന് പഠിക്കണം, ഹിദായത്ത് എന്താണെന്ന് പഠിക്കണം, ഇസ്തിഖാമത്ത് എന്താണെന്ന് പഠിക്കണം. ഈ രീതിയിൽ വസ്തുനിഷ്ഠമായി നാം മുസ്ലിമായ അവസ്ഥയ്ക്ക് ഇനി അങ്ങോട്ട് എന്ത് എന്നതിനെ പറ്റി ഗഹനമായൊരു ചിന്ത, ഗഹനമായൊരു പഠനം, ഗഹനമായൊരു ചർച്ച അനിവാര്യമാണ്. ആ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ സലഫി പള്ളിയുടെ ഭാരവാഹികൾ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കുക, ശാരീരികമായി ദുആ, അതേപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേക പരിഗണന. കാരണം സ്വതന്ത്രമായ കാഴ്ചപ്പാടോട് പോകുന്നത് കാരണം ഒരു പക്ഷേ നമുക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ശാരീരികമായി സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാത്തിനും പകരം അല്ലാഹ്. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഈ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന കൊല്ലമ്പാടി സലഫി മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയിലെ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ 2 ദിവസത്തെ നസിഹത്ത് നമുക്ക് സന്തോഷമായി പങ്കെടുത്ത് കാര്യമായി പഠിക്കാനും മനസ്സിലാക്കാനും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും വലിയ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കട്ടെ. അതേപോലെ തന്നെ അതിന് സാമ്പത്തിക ചെലവ് ആവശ്യമുണ്ട്. പൂർണ്ണമായും വ്യക്തിപരമായി അതിൽ സഹകരണം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. എല്ലാ വഴികളും പൂർണ്ണതയോടെ അള്ളാഹു കബൂലാക്കുകയും നാളെ അള്ളാഹുവിന്റെ ഹദ്റത്തിലെത്തുമ്പോൾ, സാന്നിധ്യത്തിലെത്തുമ്പോൾ, അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കേടുപാടില്ലാത്തൊരമലായി അതിനെ അള്ളാഹു കബൂലാക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹബിഹി വഅത്ബാഇഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. اللهم ارض عن خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وارض عنا معهم برحمتك يا ارحم الراحمين وعن سائر الصحابه والقرابه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا. اللهم اجعل أمورنا بأيدي خيارنا. اللهم اجعل أمورنا بأيدي خيارنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المكسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والعمار والزوار والمسافرين والمجاهدين في سبيلك صاددين والدين في بيتك وبحرك وجوفك أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله.